സുഹൃത്തുക്കളെ, മമ്മൂട്ടിയുടെ ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിലത്തെ ഒരു ചെറിയ രംഗം മാത്രമാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. സുഹൃത്തുക്കളെ, മമ്മൂട്ടിയുടെ ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക ക്ലാസ് ഫിലിമാണ് ഭീഷ്മപർവം എന്ന് പറയുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് ഒരു വീട്ടിലെ കാരണവർ എന്ന രീതിയിലൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ച ഒരു സിനിമ തന്നെയാണ്. അതിലത്തെ ഒരു ചാമ്പിക്കോ എന്ന് പറയുന്ന സംഗതിയൊക്കെ ഗംഭീരമായിട്ട് കേരളം മാത്രമല്ല ലോകം മുഴുവൻ വൈറലായിട്ടുള്ള ഒരു ഡയലോഗായിരുന്നു. ഞാൻ അതൊന്നുമല്ല പറയുന്നത്. ഈ ഒരു സിനിമയിൽ അവസാന രംഗത്തോടടുക്കുന്ന തൊട്ട് മുമ്പായിട്ട് വില്ലനായിട്ട് ഒരാൾ വരുന്നുണ്ട്. മമ്മൂട്ടി തന്നെ ഒരിക്കൽ കൊന്നുകളഞ്ഞ ഒരാളുടെ മകൻ. വന്നിരിക്കുന്ന മനുഷ്യനോട് ഒട്ടും താല്പര്യമില്ല നമ്മുടെ ഭീഷ്മപർവത്തിലെ ഈ ഒരു മനുഷ്യന് സംസാരിക്കാൻ. അതുകൊണ്ട് തന്നെ മമ്മൂക്ക സംസാരിക്കുന്ന നിമിഷങ്ങളിലെല്ലാം അദ്ദേഹം തൻ്റെ ചില മാനറിസങ്ങളിലാണ്. എങ്ങനെയാണ് ചില പ്രോപ്പർട്ടികൾ ഉപയോഗിക്കണമെന്ന് ഈ ഒരു സീന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ആദ്യമേ പറയട്ടെ, നിങ്ങൾ ഇനിയുള്ള ചില സീനുകൾ കാണുമ്പോൾ ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മമ്മൂട്ടിയുടെ കൈകളിലേക്കാണ്, ഒപ്പം തന്നെ മുഖത്തേക്കാണ്. മുഖത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കവിളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ കവിളിലെ ചില ചലനങ്ങളൊക്കെ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ആ ഒരു ചലനങ്ങളൊക്കെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നത് ആര് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി എനിക്ക് എന്ന് മമ്മൂക്ക പറയുന്നത് വലിയ ഡയലോഗ് പ്രസന്റേഷനോട് കൂടിയിട്ടോ അപാരമായിട്ട് ഭാവങ്ങൾ മുഖത്ത് വന്നിട്ടൊന്നുമല്ല. പക്ഷെ ഒരു സ്ലൈറ്റ് ചിരി, ഒരു ചെറിയ പൊട്ടിച്ചിരിയുടെ ഒരു ചെറിയ നുറുങ്ങ്, ഇതൊക്കെ മതി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ചില ഇമോഷൻസ് ഒക്കെ കാഴ്ചക്കാർക്ക് കൊടുക്കാൻ. എന്തായാലും ആ ഡയലോഗുകളിലേക്ക് സൂക്ഷ്മമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഇരുവപ്പിള്ളയുടെ കൊച്ചുമോനാണ്. അപ്പന്റെ പേര്? എന്റെ പേര്. എങ്ങനെയുണ്ട്? ഇവിടെ തുടക്കം തന്നെ മോൻ കോച്ചേരിയിൽ ആരാ എന്ന് ചോദിക്കുമ്പോൾ മമ്മൂക്ക തന്റെ കയ്യിലുള്ള ആ സിഗരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി നേരാക്കുന്നുണ്ട്. അതിൽ നിറച്ച ആ ഒരു സിഗരറ്റ് തരികളെല്ലാം കൃത്യമാക്കാൻ വേണ്ടിയിട്ട് ആ കടലാസ് തിരിച്ച് നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഡയലോഗിന്റെ ഒരു അറ്റം വരെ. അവസാനത്തെ ഡയലോഗ് എത്തുമ്പോഴത്തേക്കും ആ ഒരു ശരിയായി ആ ഒരു സിഗരറ്റ് നേരാക്കി വായിലെത്തി കത്തിച്ചിട്ടാണ് ഡയലോഗ് പറയുന്നത്. ആ ഡയലോഗ് ആണെങ്കിൽ അതൊരു പഞ്ച് ഡയലോഗായിരുന്നു. നോക്കിയോ? ഇരുവപ്പിള്ളയുടെ കൊച്ചുമോനാണ്. അപ്പന്റെ പേര്? എന്റെ പേര് ഇന്നതാണ്, രാജൻ എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പന്റെ പേര് പറയുന്നതിന് മുമ്പ് ആ പറയുന്ന സമയത്താണ് മമ്മൂക്കിയുടെ മുഖത്തെ ചില ഭാവങ്ങളൊക്കെ കാണാൻ സാധിക്കുക. മരിച്ചതല്ലല്ലേ, കൊന്നതല്ലേ? ആ കേസ് ഞാൻ തീർപ്പാക്കിയതാണല്ല ഭായി. നോക്കൂ, ഒരു നിമിഷം പോലും തൊട്ടു മുമ്പിലിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. 5 പൈസയ്ക്ക് വില കൊടുക്കുന്നില്ല. മരിച്ചതല്ലല്ലോ, കൊന്നതല്ലേ എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ മുഖത്ത് അന്ന് കൊല്ലാനുണ്ടായ കാരണം താൻ തന്നെയാണ് അത് ചെയ്തതെന്നുള്ള ഒരു ഭയങ്കര കോൺഫിഡൻസ്, ഇത് മുഴുവൻ ആ ഒരു കാരണവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും. ഇനിയാണ് ഇദ്ദേഹത്തിന്റെ മുഖത്തെ ചില എക്സ്പ്രഷൻസ് നമ്മൾ കാണാൻ പോകുന്നത്. 500 കൊടുത്ത് ജയന്തി ചന്തയിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറ്റിവിട്ട പോലെയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മമ്മൂക്കയുടെ ഞാൻ പ്രതികാരം ചെയ്യണമെന്നല്ല വന്നത്. നിങ്ങളോട് പ്രതികാരം ചെയ്യണമെങ്കിൽ അവിടെ മുംബൈയിൽ നിന്ന് ജയന്തി ചന്തയിൽ നിന്ന് ഒരാളെ 500 കൊടുത്തിട്ട് അങ്ങോട്ട് വിട്ടാ പോരെ എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ വിട്ടാലൊന്നും തീരുന്ന ഒരാളല്ലോടോ ഞാൻ എന്ന ഒരു പുച്ഛഭാവം കാണിക്കുന്നത് സിഗരറ്റ് ചുണ്ടിൽ വെച്ചിട്ട് മമ്മൂക്കയുടെ കവിളൊന്ന് ഉയർത്തുന്നതോടി മാത്രമാണ്. നോക്കിക്കൂ. 500 കൊടുത്ത് ജയന്തി ചന്തയിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറ്റിവിട്ട പോലെയായിരുന്നു. വാവ്, ആ ഒരു കവിള് ചെറുതായിട്ട് ഇങ്ങനെ പൊന്തിയെ കാണാൻ സാധിക്കും. ആ ഒരൊറ്റ സീന് കൊണ്ട് ഇയാളുടെ പരിപൂർണ പുച്ഛഭാവം തന്നെ കൊണ്ട് അതല്ലടോ ഒരു തേങ്ങയും പറ്റില്ല. 500 രൂപ അല്ല, 5000 അല്ല, 5 ലക്ഷം കൊടുത്താലും എന്നെ തോൽപ്പിക്കാൻ തനിക്ക് ഒരാളെ വിടാൻ പറ്റില്ലടോ എന്ന ഭാവം മമ്മൂട്ടിയുടെ മുഖത്തുണ്ട്. കഴിഞ്ഞില്ലട്ടോ. ഇവിടെ ഇനി പറയാൻ ശ്രമിക്കുന്നത് എന്നെ പറ്റിയിട്ട് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ടാണ്, മുംബൈയിൽ പോയി അന്വേഷിച്ചാൽ മതി എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ പറച്ചിലിന് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, ആ ഒരു കഥാപാത്രം
ഭീഷ്മപർവത്തിലെ ഈ ഒരു കാരണവർ കഥാപാത്രം കൊടുക്കുന്ന ഉത്തരവുണ്ടല്ലോ, ദാ പോളി. ബോംബെയിൽ അന്വേഷിച്ചാൽ മതി. എന്നെ പറ്റി അറിയാൻ നിന്റെ തന്തേനോട് ചോദിച്ചാൽ മതിയോ? എന്നെ പറ്റി അറിയാൻ നിന്റെ തന്തോട് ചോദിച്ചാൽ മതിയല്ലോ. പക്ഷേ ഇനിയിപ്പോ അതിന് പാകല്ലില്ലോ എന്ന് പറയുന്നേ. അത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത് മമ്മൂക്കയാണ് ചെയ്തത്. ഈ മനുഷ്യൻ തന്നെയാണ് അയാളെ കൊന്നേ. ആ സമയത്ത് ഒരു ചിരി പൊട്ടുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. എന്നെ പറ്റി അറിയാൻ നിന്റെ തന്തേനോട് ചോദിച്ചാൽ മതിയോ? എന്നുള്ളൊരു ചിരിയോട് കൂടിയിട്ടാ. നമുക്ക് ജന്മത്തിൽ പറ്റില്ല. ഞാൻ ഇമിറ്റേഷൻ പോലും ഭയങ്കര ബോറാന്നറിയാം. ഒരു പക്ഷേ ആ ഒരു തൊണ്ടക്കുഴിന്ന് ഒരു ചെറിയ ചിരി വന്നിട്ടാണ് ഈ ഒരു മനുഷ്യൻ, ഇനിയിപ്പോൾ അത് ചോദിക്കാൻ ആ ഒരു മനുഷ്യൻ ഇല്ലല്ലോ എന്ന് ഭയങ്കര ആഹ്ലാദവാനായിട്ട് ചിരിച്ചിട്ടാണ് ആ ഒരു മനുഷ്യനെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ സീന് കണ്ട സമയത്തെ മമ്മൂട്ടി എത്ര സട്ടിലായിട്ടാണ് ചില രംഗങ്ങളൊക്കെ അഭിനയിച്ച് തീർക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. ആരെങ്കിലും ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. ഇങ്ങനെ ഒരുപാട് നിമിഷങ്ങൾ ആ ഒരു സിനിമയിലുണ്ട്. ബൈ.